ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് കോളേജിൽ നിന്ന് ഗേൾസ് മാത്രമായിട്ട് മന്തി കഴിക്കാൻ പോവുകയാണ്. എക്സാം കഴിഞ്ഞു, ലാസ്റ്റ് എക്സാമിൻ്റെ അന്നാണ് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകുന്നത്. ഹിബ ഞങ്ങളെ തേറ്റു ഗൈസ്. അവളുടെ മേമി വീട് പറഞ്ഞിട്ട് അവൾ ഞങ്ങളോട് വന്നില്ല. എന്നിട്ട് ഞങ്ങളെല്ലാവരും മോട്ടോർഷയിലും ബസ്സിലൊക്കെ കയറി ഞങ്ങളുടെ മന്തി സ്പോട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മന്തി സ്പോട്ടിലെത്തി. കൈ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. എന്തെല്ലൊക്കെ ചലച്ചിട്ടാണ് അവിടെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരുന്ന് ഇങ്ങനെ ഭ്രാന്തായി. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് പ്ലേറ്റൊക്കെ കൊടുത്തു തന്നു. അങ്ങനെ അനന്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അനന്യയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. വല്ല മത്തി പൂതിയുടെ പോലെ ആണ് രശ്മി ആ ഡ്രസ്സ് അവൾക്ക് കൊടുത്തത്. അതിൻ്റെ ഉള്ളിലൊരു ഈ പൊളിക്കുന്നതിന് മുന്നേ ചെറുത് അതിൽ ഡ്രസ്സാണെന്ന് പറഞ്ഞ് ആകെ കൊളാക്കിയായിരുന്നു. അതിൻ്റെ കൊണയാണ് ഇപ്പോൾ ചിരിക്കണത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവൾക്ക് ആ ഡ്രസ്സ് ഞങ്ങൾ കൊടുത്തു. അവൾ തുറക്കുകയാണ്, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാണ്ട് തുറക്കുകയാണ്. അവൾക്ക് ഡ്രസ്സ് വാങ്ങിയാൽ ബാക്കിയുള്ള എല്ലാവർക്കും ഇടാം എന്ന രീതിക്കാണ് എല്ലാവരും ഡ്രസ്സ് വാങ്ങി കൊടുക്കുക. അങ്ങനെ അവൾക്കത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചിലച്ചുകൊണ്ട് ആ ഡ്രസ്സൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ആ മന്തി വന്നില്ല, അതിന് വരെ സാലഡ് വന്നു. മന്തി വരുന്നേക്കാൾ മുന്നേ ഞങ്ങൾ ആ സാലഡൊക്കെ തീർത്തു. മയണൈസും സാലഡൊക്കെ മന്തി വരുന്നതിന് മുന്നേ തീർന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് ഒരു സൈഡിലുള്ള ആൾക്കാർക്ക് മാത്രം മന്തി വന്നു. അങ്ങനെ അപ്പുറത്തെ സൈഡുകാർക്ക് വന്നില്ല. അവരിങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് അവർക്കും വന്നു. ഞങ്ങൾ ഹണി ചില്ലി, കാന്താരി, പെരി അങ്ങനെയൊക്കെയാണ് വാങ്ങിയത്. ഞാൻ കാന്താരി ആയിരുന്നു, ഇവരൊക്കെ ഹണി ചില്ലിയും അവിടെയുള്ളവർ പെരിയും അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. എരിഞ്ഞ് പണ്ടാറടങ്ങിയിരിക്കുകയാണ് ചെറുതൊക്കെ വയറ് നിറഞ്ഞ് ഇങ്ങനെ കുമ്പായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഈ ഗായുവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഗായുവിന് എല്ല് കിട്ടണം. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു. ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ ബസ് കയറി, അങ്ങോട്ട് പോകുന്ന ആൾക്കാർ ബസ് കയറി. വരുമ്പോൾ നല്ല മഴയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ ചീരക്കുഴി പുഴയൊക്കെ ഏകദേശം നല്ല കുത്തി ഒലിച്ച് പുഴയുടെ പോലെ പുഴ ഒലിക്കുകയാണ്. തിരുവിലാമലെത്തിയപ്പോഴും നല്ല മഴ. അങ്ങനെ കാറ്റും മഴയൊക്കെ ആയിട്ട് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തി. കഴിഞ്ഞു കഥ.